2013 വഖഫ് ഭേദഗതി നിയമത്തിന് ശേഷം രാജ്യത്ത് വഖഫ് ഭൂമി വലിയ തോതിൽ കൂടിയെന്ന കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലത്തിലെ നിലപാട് ചോദ്യം ചെയ്താണ് കേസിലെ ഹർജിക്കാരായ സമസ്തയും മുസ്ലിം ലീഗും അധിക സത്യവാങ്മൂലം സമർപ്പിച്ചത്. 2013 ദേശീയ തലത്തിൽ പോർട്ടൽ വന്നതിന് ശേഷമാണ് വഖഫ് ഭൂമിയുടെ കണക്ക് ദേശീയ തലത്തിൽ ലഭിച്ചു തുടങ്ങിയതെന്നും അതുകൊണ്ടാണ് കണക്കിലെ വലിയ വ്യത്യാസം കാണുന്നതെന്നും സമസ്ത സമർപ്പിച്ച അധിക സത്യവാങ്മൂലത്തിൽ പറയുന്നു. രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന കാരണത്താൽ ഒരു വഖഫ് ഭൂമിയും വഖഫ് അല്ലാതാക്കാൻ കഴിയില്ലെന്നാണ് സമസ്തയുടെ മറ്റൊരു വാദം. സുപ്രീം കോടതിയിൽ വിശ്വാസമുണ്ടെന്ന് ഭരണഘടനാ വഖഫ് സമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇന്ന് സമസ്ത അധ്യക്ഷൻ പറയുകയും ചെയ്തു. ഇവിടുത്തെ മതേതരത്വത്തിനും മതസൗഹാർദ്ദത്തെ നിലനിൽക്കുന്നതിനും ആവശ്യമാവുന്ന തീരുമാനങ്ങളും വിധികളൊക്കെയാണ് ഇന്നേ വരെ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് പ്രകാരം ഇനിയും തുടർന്നുണ്ടാവുമെന്നൊരു പ്രതീക്ഷ കൂടിയാണ് നമുക്കുള്ളത്. വഖഫ് ഭൂമിയുടെ കണക്ക് പെരുപ്പിച്ചു കാണിച്ചതാണെന്ന വാദം മുസ്ലിം ലീഗും ഉന്നയിക്കുന്നുണ്ട്. ഹിന്ദു സിഖ് മത സ്ഥാപനങ്ങളുടെ ഭരണത്തിനായി രൂപീകരിച്ച നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വഖഫ് ബോർഡുകളെ ലക്ഷ്യം വെക്കുന്നതാണ് പുതിയ വഖഫ് ഭേദഗതി നിയമമെന്ന് മുസ്ലിം ലീഗിന്റെ സത്യവാങ്മൂലം കുറ്റപ്പെടുത്തുന്നു. 1978 ഗുരുവായൂർ ദേവസ്വം നിയമവും 1925 സിഖ് ഗുരുദ്വാര നിയമവും ചൂണ്ടിക്കാട്ടിയാണ് ലീഗ് ഈ വാദം ഉന്നയിക്കുന്നത്. രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന നിയമമെന്ന നിലയിൽ പുതിയ വഖഫ് ഭേദഗതിയെ സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതിക്ക് കഴിയുമെന്ന് ലീഗ് വിശദീകരിക്കുന്നു. നാളെ വഖഫ് ഹർജികൾ പരിഗണിക്കാനിരിക്കെയാണ് ഹർജിക്കാർ അധിക സത്യവാങ്മൂലം സമർപ്പിച്ചത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.